നമസ്കാരം. എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് താമരയാണ് താരം. എൻ്റെ വീട്ടിലെ കളക്ഷൻ ഇല്ലാതിരുന്നതും എന്നാൽ ഏറെ മോഹമുള്ളതുമായ ഒരു പ്ലാന്റാണ് താമര. വളരെ ഇഷ്ടമുള്ളൊരു പൂക്കൾ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടാകും താമരപ്പൂക്കൾ കാണാൻ, അതെ. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് പോലും അതിൻ്റെ വിത്തുകളോ അല്ലെങ്കിൽ അതിൻ്റെ ട്യൂബേഴ്സോ എനിക്കിതുവരെ ലഭിച്ചില്ല. അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്. അപ്പോൾ ഈ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ കണ്ടമാനം താമരകൾ ബേസിനുകൾ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നു. ഒരുപാടുണ്ട് കേട്ടോ, നല്ല കളേഴ്സ്, നല്ല വലിപ്പത്തിലുള്ളതൊക്കെ. അപ്പം ഞാൻ എൻ്റെ മോഹം പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് 3 ട്യൂബറുകൾ തന്നു. അത് പ്ലാന്റ് ചെയ്യാനുള്ള വഴികളും പറഞ്ഞു. അത് ഏതാണ്ടൊരു ഈ ജാനുവരി 25 ആ സമയത്താണ്. ഏതാണ്ട് 1.5 മാസം കൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ 2 എണ്ണത്തിൽ, ഒന്നിൽ വന്നില്ല, 2 എണ്ണത്തിൽ വലിയ പൂക്കൾ, മുട്ടുകൾ വന്നു, പൂക്കളായി. പിന്നെ ഒരു 3-4 പൂക്കളായിട്ട് നമുക്ക് വിരിഞ്ഞു വന്നു. വളരെ എളുപ്പം ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ, വലിയ പ്രയാസമൊന്നുമില്ല. ഈ താമരയോട് ഇഷ്ടമുള്ളവർ നമുക്ക് ഹൈബ്രിഡ് ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായ കളറുകളിൽ, വ്യത്യസ്തമായ വലിപ്പങ്ങളിലുള്ള താമര ട്യൂബറുകൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ നല്ല വെയിലുള്ള പ്രദേശം ഉണ്ടായാൽ മതി. പിന്നെ ഇതുപോലുള്ള ബേസിനുകൾ ഉണ്ടോ, എന്ത് മനോഹരമായിരിക്കുന്നു അല്ലേ. രാവിലെ എഴുന്നേറ്റ് ഇതിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോഴുണ്ടാകുന്ന സുഖമുണ്ട്. ഓ, എന്ത് ഭംഗിയാണ്. ഈ സമയത്ത് അല്പം ഈ പുറം ഇതളുകൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വിരിയിച്ച് കൊടുക്കണം. എങ്ങനെയാണെങ്കിൽ കൂടുതൽ നല്ല ഷേപ്പ് ആയിട്ട് വരും. ഇത് മറ്റൊരു ഐറ്റമാണ്. അത് വിരിഞ്ഞ് വന്നാൽ മാത്രമേ ID പറയാൻ പറ്റൂ. നേരത്തെ കണ്ടിരിക്കുന്ന മുട്ടുകളുടെ ID അഖില എന്നാണ് അതിൻ്റെ പേര്. അഖില, എനിക്കറിയില്ല, എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണം എത്ര. അപ്പോൾ ഈ ട്യൂബറുകൾ, ഇതുപോലുള്ള ബേസിനുകൾ വാങ്ങിച്ചിട്ട് നമുക്കത് 100, 150, 120 രൂപക്കൊക്കെ റോഡ് സൈഡിലൊക്കെ അണ്ണന്മാരൊക്കെ കൊണ്ട് വെക്കുന്നുണ്ട്. അത് കിട്ടി വാങ്ങിച്ചാൽ മതി. ഇതിന് വേണ്ടത് ചളിയാണ് ഏറ്റവും നല്ലത്. വയലിൽ ചളി കിട്ടുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ പൊടിമണ്ണ് കിട്ടിയാലും മതി. പിന്നെ ചാണകപ്പൊടി, ആദ്യം ചളിയായിട്ട്, പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ലെയർ ചാണകപ്പൊടി, അതിന് മുകളിൽ ചളി, അതിൽ കിടത്തി വെച്ചിട്ട് മൂടിക്കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ പൊങ്ങി വരാൻ പാടില്ല. നാമ്പുകൾ വരുന്നുണ്ടെങ്കിൽ അത് അല്പം പൊക്കി വെക്കുക, നിറയെ വെള്ളം ഒഴിക്കുക. എനിക്ക് ഏതാണ്ടൊരു 10 ദിവസം കൊണ്ട് തന്നെ പുതിയ ഇലകൾ വരാൻ തുടങ്ങി. ആ ഇലകൾ ഇങ്ങനെ ഈ ബേസിൻ്റെ മുകളിൽ പരന്ന് കിടക്കുന്ന ഇല, ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഇലകളായിരിക്കും. അതിനുശേഷം ഒരാഴ്ച കഴിയുമ്പോൾ അതിൽ സ്റ്റാൻഡിങ് ഇലകൾ വരും, മേലേക്ക് പൊങ്ങി വരുന്ന ഇലകൾ. പിന്നീട് വരുന്നത് പൂക്കളായിരിക്കും. അപ്പോൾ കണ്ടോ, ഈ സമയത്ത് നമ്മൾ അല്പം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദളങ്ങളൊന്ന് വിജയിക്കാൻ നമ്മളൊന്ന് സഹായിക്കുക. അപ്പോൾ എന്തിനു വേണ്ടിയാണോ, നല്ല ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ്. കണ്ടോ, ഇതുപോലെ ആദ്യത്തെ ദളങ്ങളൊക്കെ ഒന്ന് വിരിയിച്ച് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ കുറച്ച് ദിവസം നിൽക്കും, പിന്നീട് ദളങ്ങളൊക്കെ കൊഴിഞ്ഞു പോകും. പക്ഷേ ഈ വിരിഞ്ഞ് വരുന്ന സമയമാണ് ഏറ്റവും ഭംഗിയുള്ള സമയം. ആദ്യത്തെ പൂ വിരിഞ്ഞപ്പോൾ തന്നെ മഴ പെയ്തു, അതുകൊണ്ട് അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് നഷ്ടമായി. പിന്നീട് ഇത് വിരിഞ്ഞത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സഹായിച്ചപ്പോഴാണ്. ഏതായാലും എൻ്റെ താമര ചെടികൾ വളർത്തുക എന്ന് പറയുന്ന എല്ലാവർക്കും നടക്കുന്ന കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും. എൻ്റെ ഈ വീഡിയോ താമര വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോഴൊക്കെ ഒരു ഉപകാരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ താമരപ്പൂക്കളും ചെടികളും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.